കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിൽ ഭൂരിഭാഗം പേരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണവില കഴിഞ്ഞ ജനുവരി മാസത്തിലൊക്കെ റെക്കോർഡ് വിലയിലേക്ക് ഓടിക്കയറിയ സ്വർണം ഇപ്പോൾ പെട്ടെന്ന് താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പവൻ വിലയിൽ വലിയൊരു ഇടിവാണ് നമ്മൾ കാണുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് വെറുതെ നമ്മുടെ നാട്ടിലെ വിപണിയിൽ ഉണ്ടാകുന്ന സാധാരണ ഒരു ഏറ്റക്കുറച്ചിൽ മാത്രമാണ് എന്നാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇറാനും അമേരിക്കയും പിന്നെ വരാൻ പോകുന്ന ട്രംപ് ഭരണകൂടവും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ കളി. ആദ്യം തന്നെ നിലവിലെ അന്താരാഷ്ട്ര വിപണിയിലെ ഒരു കണക്ക് പറയാം. ആഗോള വിപണിയിൽ സ്വർണ്ണവില വളരെ പെട്ടെന്നാണ് താഴേക്ക് വന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അളക്കുന്ന ട്രോയ് ഔൺസ് കണക്കിൽ വലിയൊരു ശതമാനം ഇടിവാണ് ഈ കുറഞ്ഞ കാലയളവിൽ ഉണ്ടായത്. എന്നാൽ ഇന്ത്യയിൽ അത്രയും കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. വിദേശ മാർക്കറ്റിലെ അത്രയും വലിയ ഇടിവ് നമ്മുടെ നാട്ടിൽ പ്രതിഫലിക്കാത്തതിന് പിന്നിൽ കൃത്യമായ ചില സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിനെ ബാധിക്കുന്നത് എന്ന് വളരെ ലളിതമായി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ വിദേശത്തെ അത്രയും വലിയ വിലക്കുറവ് അനുഭവപ്പെടാത്തതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഡോളറിനെതിരെ നമ്മുടെ ഇന്ത്യയിൽ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവാണ്. നമ്മൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കൻ ഡോളർ കൊടുത്തിട്ടാണ്. ആഗോള വിപണിയിൽ സ്വർണത്തിന് വില കുറയുമ്പോൾ തന്നെ ഇവിടെ ഡോളറിന് മുന്നിൽ രൂപ കൂടുതൽ ദുർബലമാവുകയാണ് ചെയ്തത്. മുൻപ് ഒരു ഡോളറിന് നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്ന തുകയേക്കാൾ കൂടുതൽ രൂപ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണത്തിന് വില കുറഞ്ഞാലും നമ്മൾ കൂടുതൽ ഇന്ത്യൻ രൂപ കൊടുത്ത് ഡോളർ വാങ്ങി സ്വർണം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് കേരളത്തിലെ വിപണിയിൽ ആ വിലക്കുറവിന്റെ പൂർണ്ണമായ ഗുണം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും ഒന്നിനു പുറകെ ഒന്നായി വില കൂടി 1 ലക്ഷം രൂപയിലേക്ക് വരെ പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ പവൻ വിലയിൽ വലിയൊരു ആശ്വാസം വിപണിയിലുണ്ട്. സാധാരണയായി ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധ സാഹചര്യമോ പണപ്പെരുപ്പമോ ഉണ്ടാകുമ്പോൾ ആളുകൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയും. അപ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില കൂടുക തന്നെ ചെയ്യും. എന്നാൽ ഇത്തവണ എന്താണ് സംഭവിച്ചത്? യുദ്ധഭീതികൾക്ക് വലിയൊരു അയവ് വരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇറാനെ കുറിച്ച് പറയേണ്ടത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഇറാൻ. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ലോകത്തെ മുഴുവനും ഭീകരതയിലാഴ്ത്തിയിരുന്നു. എണ്ണവിലയും സ്വർണ്ണവിലയും കുതിച്ചുയരാൻ പ്രധാന കാരണം ഈ ഇറാൻ വിഷയം തന്നെയായിരുന്നു. ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളെല്ലാം ഇറാന്റെ സ്വാധീനത്തിലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. വലിയ ബിസിനസ്സുകാരും നിക്ഷേപകരും തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ പണം പിൻവലിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്വർണത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലെ രീതി. ഇതിനെയാണ് സാമ്പത്തിക ലോകത്ത് സുരക്ഷിത നിക്ഷേപം അല്ലെങ്കിൽ സേഫ് ഹേവൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധഭീതിയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ നിക്ഷേപകർ സ്വർണം വാരിക്കൂട്ടുന്നത് നിർത്തി. അവർ പണം മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറ്റി തുടങ്ങി. ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇത്രയും വേഗത്തിൽ താഴേക്ക് വരാൻ കാരണമായ ഒന്നാമത്തെ കാര്യം. ഇനി ഇതിലെ ഏറ്റവും വലിയ ഘടകം ആരാണെന്ന് ചോദിച്ചാൽ അത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചനകൾ ബിസിനസ് ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ട്രംപിന്റെ വിദേശ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരന്റെ രീതിയിലാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര യുദ്ധങ്ങൾ നീണ്ടുപോകാൻ ട്രംപിന് ഒട്ടും താല്പര്യവുമില്ല. ഇറാനുമായും റഷ്യയുമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ അവസാനിപ്പിച്ച് ആഗോള വിപണി സ്ഥിരപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപ് വരുന്നതോടെ അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഡോളർ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ ആകർഷണീയത കുറയും, വില താഴോട്ടു പോകും. കൂടാതെ ട്രംപ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്ന പ്രതീക്ഷ ആഗോള വിപണിക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ട്. ഈ ഇറാൻ
ട്രംപ് കോംബോയാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ താഴേക്ക് വലിച്ചിടുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവിലയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഗവൺമെന്റിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇറക്കുമതി തീരുവയാണ്. രൂപയുടെ മൂല്യം അമിതമായി ഈടാക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി മുൻപ് 15% ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിലെ വലിയ ജ്വല്ലറികളെല്ലാം പുറത്തുനിന്ന് സ്വർണം ഇറക്കുമതി ചെയ്ത് ആഭരണങ്ങളാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നവരാണ്. ടാക്സ് 15% എന്നത് അവരുടെ ലാഭത്തെയും ബിസിനസിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിപണി ഒന്ന് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ ഈ ഉയർന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും 6% കുറയ്ക്കാനുള്ള വലിയ സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെ ഡ്യൂട്ടി കുറയുക കൂടി ചെയ്താൽ നമ്മുടെ നാട്ടിൽ സ്വർണ്ണവില ഇനിയും നല്ല രീതിയിൽ കുറയും. വരുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ സാധാരണയായി സീസണലായി സ്വർണത്തിന് ഡിമാൻഡ് കുറവുള്ള സമയമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ഡൗൺ ട്രെൻഡ് തുടരാനാണ് സാധ്യത കൂടുതൽ. ഇതേ അന്താരാഷ്ട്ര രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ പെട്രോൾ, ഡീസൽ വിലയെയും നിയന്ത്രിക്കുന്നത്. ഇറാൻ വിഷയം ശാന്തമായതോടെ വിപണിയിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $80 താഴേക്ക് വന്നിട്ടുണ്ട്. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 159 ലിറ്റർ എണ്ണയാണ്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പെട്രോൾ വില വലിയ രീതിയിൽ കുറയാത്തതിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന ഉയർന്ന നികുതികളാണ്. സംസ്ഥാന സർക്കാർ വാറ്റും സെസ്സും ഒക്കെ ചേർത്ത് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് വലിയൊരു തുക നികുതിയായി എടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയായും ഈടാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ വിപണിയിൽ ഉണ്ടായ സാമ്പത്തിക നഷ്ടം നികത്താൻ ഗവൺമെന്റുകൾ ഈ ഒരു സാഹചര്യം ഉപയോഗിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞാലും ഗവൺമെന്റുകൾ ടാക്സ് കുറയ്ക്കാതെ നമുക്ക് പെട്രോൾ വിലയിൽ വലിയൊരു ആശ്വാസം കിട്ടാൻ സാധ്യത കുറവാണ്. ചുരുക്കം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകളും അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവരുന്ന പുതിയ നയങ്ങളുമാണ് വരും ദിവസങ്ങളിൽ ലോക വിപണിയെയും നമ്മുടെ പോക്കറ്റിനെയും ഭരിക്കാൻ പോകുന്നത്. തൽക്കാലം സ്വർണ്ണവിലയിൽ ഒരു കുറവുണ്ടാകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.